പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമമംഗലത്തെ ആയുഷ് യോഗ ക്ലബിന്റെ ഈ വർഷത്തെ വിനോദയാത്ര വാഗമണ്ണിലേക്കായിരുന്നു. ആ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കൃത്യം 5 മണിക്ക് തന്നെ രാമമംഗലത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു. 49 പേരുണ്ടായിരുന്നു ബസ്സിൽ. എല്ലാവരും നല്ല ഉഷാറിലാണ്. ഞങ്ങളെ നയിക്കുന്നത് യോഗ ലീഡറായ ഡാലി ജോണാണ്. പ്രഭാതത്തിലെ തണുപ്പ് ആസ്വദിച്ചിരുന്ന് വാഗമൺ എത്താറായതറിഞ്ഞില്ല. മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്. ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തിയത് എല്ലാവരും ചാടി ഇറങ്ങി. നമ്മുടെ നാട് എത്ര സുന്ദരമാണ് എന്ന് ഞാൻ ഓർത്തു. പച്ചപ്പിൻ്റെ ഒരു പറുദീസ തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളം. വ്യൂ പോയിന്റിൽ നല്ല തിരക്കുണ്ട്. ബസ്സിൻ്റെ മുൻപിൽ നിന്ന് തകർത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളും മുതിർന്നവരുമൊക്കെ. ഞങ്ങളും വിട്ടുകൊടുത്തില്ല കേട്ടോ. ഒമ്പത് മണിയോടെ വാഗമൺ എത്തി. നല്ല കാലാവസ്ഥ. വാഗമൺ കഫേ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് പ്രഭാത ഭക്ഷണം. ഇഡ്ഡലി, ഇടിയപ്പം, പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത പരിപാടി ട്രക്കിംഗ് ആണ്. അതിനുള്ള ഊർജം സംഭരിക്കണ്ടേ. എല്ലാവരും നന്നായി തന്നെ കഴിച്ചു. ട്രക്കിങ്ങിന് ജീപ്പിലാണ് പോകുന്നത്. ഒരു ജീപ്പിൽ ഡ്രൈവറെ കൂടാതെ 7 പേർക്ക് സഞ്ചരിക്കാം. നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്. വളരെ ബുദ്ധിമുട്ടാണ്. ജീപ്പിൻ്റെ മുകളിലെ കമ്പിയിൽ മുറുക്കി പിടിച്ച തോളിന് നല്ല വേദന തോന്നുന്നുണ്ട്. നടുവേദനയുള്ളവർക്ക് ഈ യാത്ര വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ വ്യൂ പോയിൻറ്റും കാണുമ്പോൾ നമ്മൾ വേദനകളൊക്കെ മറന്നു പോകും. അത്രയ്ക്ക് മനോഹരമാണ് കാഴ്ചകൾ. ആദ്യത്തെ വ്യൂ പോയിൻറ്റിൽ ഞങ്ങൾ ഇറങ്ങി. മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും ആകാശം തൊട്ടു നിൽക്കുന്ന മലകളും എല്ലാവരും ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്ര നേരം ചെലവഴിച്ചാലും നമ്മൾ മടുക്കില്ല. ട്രക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയിലേക്ക് എത്തുകയാണ് നമ്മൾ. വണ്ടികൾ നിറഞ്ഞു കിടക്കുന്ന ഒരിടത്ത് ജീപ്പ് നിർത്തി. നനഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. 4 കിലോമീറ്റർ ദൂരത്തോളം പാറ തുരന്നുണ്ടാക്കിയ ഒരു തുരങ്കത്തിലൂടെ വെള്ളം ഒഴുകി വരുന്നു. ഒരു കൗതുക കാഴ്ച തന്നെയാണത്. വെള്ളത്തിന് ഐസിൻ്റെ തണുപ്പ്. ഇടുക്കി ഡാമിലേക്ക് ചെക്ക് ഡാമുകളിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ഒന്നാണിത്. തോടിൻ്റെ ഇരുവശങ്ങളിലും പാറയാണ്. തുരങ്കത്തിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ്. അതിനകത്തേക്ക് നടന്നു പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പേടി തോന്നും. മറുവശത്തുള്ള വെള്ളച്ചാട്ടവും മനോഹരമാണ്. അതിനടിയിൽ ആളുകൾ കുളിക്കുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് താഴെയും മുകളിലും ഒക്കെ പോയി നിന്ന് കാഴ്ചകൾ ആസ്വദിച്ചു.
ഇനി നമുക്ക് മരണത്തിൻ്റെ താഴ്വരയിലേക്ക് പോകാം. സൂയിസൈഡ് പോയിൻ്റ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്ര മനോഹരമാണെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. ഇതാണ് ആ സ്ഥലം. എത്ര പേർ ഇവിടെ മരിച്ചിട്ടുണ്ടാകും എന്ന ചിന്തയോടെയാണ് ആ സ്ഥലം ഞാൻ കണ്ടത്. ഒന്ന് ഉഷാറാകാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു. കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു. നമ്മുടെ ട്രക്കിംഗ് തീർന്നു കേട്ടോ, ഇനി മടക്കമാണ്. ടൗണിൽ തിരിച്ചെത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വാഗമണ്ണിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഇനി കുരിശുമലയിലേക്ക്. വലിയ തണുപ്പൊന്നുമില്ല വാഗമണ്ണിൽ. എല്ലാവരും സ്വെറ്ററൊക്കെ കയ്യിൽ കരുതിയിരുന്നെങ്കിലും ഒന്നും എടുക്കേണ്ടി വന്നില്ല. ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് വാഗമണ്ണിൻ്റെ കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിച്ച് കുരിശുമലയിലെത്തിയത് അറിഞ്ഞതേയില്ല. കുരിശുമലയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.